അതിൽ ഈ ഒരു ഏതറിന്റെ കേസിൽ ഇതിന്റെ ആ ഒരു ജെന്യൂൻ ബ്രേക്ക് പാഡിൽ കൂടുതൽ തേയ്മാനം വളരെ ഫാസ്റ്റ് ആയിട്ട് വരും. ഈ ഒരു ഹോളിലൊക്കെ ഫുൾ ഇങ്ങനെ ആ ഒരു ബ്രേക്ക് പാഡിന്റെ പൊടി കട്ട പിടിച്ച് കിടക്കുന്നത് കാണാൻ പറ്റും. ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ അമീൻ ഷാബാസ്. അപ്പൊ ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് വേറെ ആരും വണ്ടിയല്ല, ഞാൻ യൂസ് ചെയ്യുന്ന വണ്ടി തന്നെയാണ്. അപ്പം ഈ ഒരു വണ്ടീന്റെ രണ്ടാമത്തെ വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഫസ്റ്റ് വീഡിയോ എന്ന് പറയുന്നത് ഒരു ഫസ്റ്റ് സർവീസിന് മുമ്പായിരുന്നു ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് ഏതറിന്റെ ഒരു കംപ്ലീറ്റ് റിവ്യൂ എന്നുള്ള രീതിയിലായിരുന്നു ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം ആ ഒരു വീഡിയോന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, അതേപോലെ മുകളിൽ ഐ ബട്ടണിൽ ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പം ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ പോയിട്ട് കാണാം. അപ്പം നിലവിൽ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഏകദേശം 10,000 കിലോമീറ്ററിന്റെ മുകളിൽ നമ്മൾ ഈ ഒരു വണ്ടി ഓടിച്ചിട്ടുണ്ട്. അതായത് സെക്കൻഡ് സർവീസ് ഇപ്പം ഇന്നലെ കഴിഞ്ഞിട്ടുള്ളൂ ഈ ഒരു വണ്ടീന്റെ. അപ്പം ഈ ഒരു സർവീസുകളുടെ ആ ഒരു എമൗണ്ട് എത്ര വരുന്നുണ്ട്, അതുപോലെ തന്നെ നമുക്ക് ഷോറൂമിൽ നിന്ന് ചെയ്യുമ്പോഴും അതേപോലെ തന്നെ പുറത്തുനിന്ന് ചെയ്യുമ്പോഴുള്ള ആ ഒരു ഡിഫറൻസും കാര്യങ്ങളൊക്കെ ഞാൻ എന്തായാലും ഈ ഒരു വീഡിയോയിൽ പറഞ്ഞുതരാം. വളരെ ചെറിയൊരു വീഡിയോ ആയിരിക്കും കേട്ടോ. പിന്നെ എനിക്ക് ഈ ഒരു 10,000 കിലോമീറ്ററിൽ ഉണ്ടായിട്ടുള്ള ഒന്ന് രണ്ട് നെഗറ്റീവ് കാര്യങ്ങളുണ്ട്. അതായത് നിങ്ങളും ഇത് ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും നല്ല രീതിയിൽ പണിയൊക്കെ കിട്ടിയേക്കാവുന്ന രീതിയിലുള്ള അത്തരത്തിലുള്ള ഒരു വലിയൊരു പണി തന്നെ എനിക്കും കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം അത് ഞാൻ എന്തായാലും പറഞ്ഞു തരുന്നുണ്ട്. അപ്പം ആദ്യം തന്നെ എനിക്ക് കിട്ടിയിട്ടുള്ള ആ ഒരു മെയിൻ പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ആ ഒരു ബ്രേക്ക് പാഡാണ് കേട്ടോ. അപ്പം ബാക്കത്തെ ബ്രേക്ക് പാഡിന്റെ ഒരു അവസ്ഥ ഞാൻ കാണിച്ചുതരാം. ബ്രേക്ക് ഡിസ്കിന്റെ ഒരു അവസ്ഥ ഞാൻ കാണിച്ചുതരാം. കണ്ടോ, അത്യാവശ്യം നല്ല രീതിയിൽ സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഇത് എന്താ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇതിന്റെ ഒരു ഫസ്റ്റത്തെ ബ്രേക്ക് പാഡ് ഞാൻ മാറ്റിയത് 7,200 കിലോമീറ്ററിലാണ് കേട്ടോ. ഇതിന്റെ ഒറിജിനൽ ബ്രേക്ക് പാഡ് ഞാൻ ഫസ്റ്റ് റീപ്ലേസ് ചെയ്യുന്നത്. രണ്ടാമത് ഞാൻ ഒറിജിനൽ ജെന്യൂൻ ബ്രേക്ക് പാഡിനെയാണ് ഞാൻ രണ്ടാമതും ഇത് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ അത് മഴക്കാലമാണ്. അപ്പം ഈ ഒരു മഴക്കാലത്ത് നോർമലി നമ്മൾ വേനൽക്കാലത്ത് അല്ലെങ്കിൽ മഴ കുറവുള്ള സമയങ്ങളിൽ ഇട്ടിട്ടുള്ള ആ ഒരു ബ്രേക്ക് പാഡിന്റെ സെയിം ബ്രേക്ക് പാഡ് ആണെങ്കിൽ കൂടി മഴക്കാലത്ത് കുറച്ചധികം ഡിപ്രീസിയേഷൻ ബ്രേക്ക് പാഡിന് വരുന്നുണ്ട്. അത് എന്തുകൊണ്ടാന്നുള്ളത് ഞാൻ എന്തായാലും പറഞ്ഞുതരാം. അപ്പം ഈ ഒരു രണ്ടാമത്തെ ബ്രേക്ക് പാഡ് ഞാൻ റീപ്ലേസ് ചെയ്തിട്ട് 7,200 കിലോമീറ്ററിലാണ് ഞാൻ സെക്കൻഡ് ബ്രേക്ക് പാഡ് ഇതിൽ റീപ്ലേസ് ചെയ്യുന്നത്. ആ ഒരു 7,200 കിലോമീറ്ററിന് ശേഷം ഒരു 9,000 കിലോമീറ്റർ ആയപ്പോഴേക്കും, അതായത് ഒരു 2,000 കിലോമീറ്റർ അധികം ഓടിയപ്പോഴേക്കും പുതിയ ബ്രേക്ക് പാഡ് തീർന്നു പോയി. ഒറിജിനൽ ബ്രേക്ക് പാഡ് ആട്ടോ തീർന്നു പോയത്. അപ്പം ഞാനാണെങ്കിൽ അത് തീരാനുള്ള ടൈം ആയിട്ടില്ല. അപ്പം ഞാനത് കാര്യമായിട്ട് ശ്രദ്ധിച്ചതുമില്ല. നമ്മളെ ഗാരേജിന്റെ പണിയൊക്കെ ആയതുകൊണ്ട് കുറച്ചധികം ടഫ് ഷെഡ്യൂളായിരുന്നു. അതായത് വണ്ടീന്റെ മുകളിലേക്ക് വല്ലാതെ ശ്രദ്ധ കൊടുക്കാൻ, അതായത് ഈ ഒരു ബ്രേക്ക് പാഡ് ഇതൊക്കെ ഉണ്ടാവും അല്ലെങ്കിൽ ബാലൻസ് ഉണ്ടാവും എന്നുള്ള രീതിയിൽ ഞാൻ അതുമേലേക്കൊന്നും നോക്കിയിട്ടില്ലായിരുന്നു. അപ്പം എന്റെ ഗാരേജ് ആട്ടത്. അപ്പൊ ഗാരേജിന്റെ ഒരു പണിയും കാര്യങ്ങളൊക്കെ നിലവിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഒരു ബ്രേക്ക് പാഡ് നമ്മള് മഴക്കാലത്ത് ബ്രേക്ക് പാഡ് റീപ്ലേസ് ചെയ്യുന്ന സമയത്ത് ഒറിജിനൽ ബ്രേക്ക് പാഡ് ആണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, ഇപ്പം നിങ്ങൾ ഏതർ യൂസ് ചെയ്യുന്ന ആൾക്കാരെന്നൊക്കെ നോക്കി കഴിഞ്ഞാൽ കാണാം ഈ ഒരു ഹോളിലൊക്കെ ഫുൾ ഇങ്ങനെ ആ ഒരു ബ്രേക്ക് പാഡിന്റെ പൊടി കട്ട പിടിച്ച് കിടക്കുന്നത് കാണാൻ പറ്റും. അപ്പം ആ ഒരു ഒറിജിനൽ ബ്രേക്ക് പാഡ് മഴക്കാലത്ത് കൂടുതൽ വളരെ പെട്ടെന്ന് തേഞ്ഞു പോകുന്ന രീതിയിലുള്ള ഒരു പ്രോബ്ലം എനിക്ക് ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ എന്തായാലും ഈ ഒരു വീഡിയോന്റെ താഴെ കമന്റ് ചെയ്യട്ടോ. അപ്പൊ ഞാൻ രണ്ടാമത് എന്നിട്ട് എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ ഫ്രണ്ടിലത്തെ ബ്രേക്ക് പാഡ് എനിക്ക് ഏകദേശം 10,000 കിലോമീറ്റർ ആണ് കിട്ടിയിട്ടുള്ളത്. ആ ഒരു സമയത്ത് ഫ്രണ്ട് ബ്രേക്ക് പാഡ് റീപ്ലേസ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ബാക്കത്തെ ബ്രേക്ക് പാഡ് രണ്ടാമത്തെ ജെന്യൂൻ ബ്രേക്ക് പാഡും തീർന്നു പോയി. അപ്പം പിന്നെ ഞാൻ ചെയ്തത് 2 ബ്രേക്ക് പാഡും കൂടെ പുതിയതിട്ട്, അത് ഞാൻ ഒറിജിനൽ അല്ല വാങ്ങിച്ചത്, പുറത്തുനിന്ന് ASK എന്ന് പറയുന്ന ഒരു ബ്രാൻഡിലാണ് ഞാൻ രണ്ടും കൂടെ ഒരുമിച്ചാണ് ഇപ്പം റീപ്ലേസ് ചെയ്തിട്ടുള്ളത്. ഞാൻ തന്നെ റീപ്ലേസ് ചെയ്തതാണ്. അപ്പം ഈ ഒരു 2 ബ്രേക്ക് പാഡും കൂടെ എനിക്ക് മേടിക്കാൻ ഏകദേശം ഒരു 360 രൂപ മാത്രമാണ് കോസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നത്. ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തപ്പം നിങ്ങൾക്ക് ഏകദേശം ഷോറൂമിൽ നിന്ന് ചെയ്യുമ്പോൾ എന്തായാലും ലേബർ ചാർജും എല്ലാം കൂടെ ഒരു 2,000-ന്റെ ലെവലിൽ അധികം ആൾക്കാർക്കും ബില്ല് കിട്ടാറുണ്ട്, 2,500 വരെയൊക്കെ. അപ്പം നിങ്ങൾ പുറത്തുനിന്ന് നിങ്ങളെ ഇഷ്ടമാണ്, ഷോറൂമിൽ നിന്ന് ചെയ്യുന്ന ആൾക്കാർക്ക് ഷോറൂമിൽ നിന്ന് ചെയ്യാം, പുറത്തുനിന്നാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ ഒന്നാമത് ഇത് പെട്ടെന്ന് തേഞ്ഞു പോയൊരു കാരണം കൊണ്ട് മാത്രമാണ് ഈ ഒരു ASK എന്ന് പറയുന്ന ഈ ഒരു ബ്രേക്ക് പാഡ് യൂസ് ചെയ്തത്. അപ്പം ഈ ഒരു ബ്രേക്ക് പാഡിന്റെ ഒരു ക്വാളിറ്റി എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഞാൻ എന്തായാലും അടുത്തൊരു 5,000-6,000 കിലോമീറ്റർ ഒക്കെ ആകുമ്പോഴേക്കും ഇതിന്റെ ഒരു തിക്നെസ് എത്രത്തോളം ബാലൻസ് ഉണ്ട് എന്നുള്ളത് ഞാൻ എന്തായാലും നോക്കിയിട്ട്, അല്ലെങ്കിൽ എത്ര കിലോമീറ്റർ ഇത് കിട്ടുന്നുണ്ട് എന്നുള്ളതൊക്കെ ഞാൻ എന്തായാലും പറഞ്ഞു തരും. പിന്നെ ഏതർ എന്നല്ല കേട്ടോ, ഏത് ബ്രാൻഡിന്റെ വണ്ടിയാണെങ്കിലും മഴക്കാലത്ത് ബ്രേക്ക് പാഡ്സിൽ ഉണ്ടാവുന്ന ഫ്രിക്ഷനും പ്രഷറും വേനൽക്കാലത്തെ സംബന്ധിച്ച് വളരെയധികം കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ ബ്രേക്ക് പാഡ് പെട്ടെന്ന് തേഞ്ഞു പോകുന്നതിന്
ഈ ഒരു മഴക്കാലം പ്രത്യേകിച്ച് കാരണമാവുന്നുണ്ട് എന്നുള്ളതാണ്. അതിൽ ഈ ഒരു ഏതറിന്റെ കേസിൽ ഇതിന്റെ ആ ഒരു ജെന്യുവൻ ബ്രേക്ക് പാഡിൽ കൂടുതൽ തേയ്മാനം വളരെ ഫാസ്റ്റ് ആയിട്ട് വരുന്നതുകൊണ്ട് തന്നെയാണ് ഞാനിപ്പം ഈ ഒരു വണ്ടിയിൽ ASK എന്ന് പറയുന്ന അതർ ബ്രാൻഡ് ബ്രേക്ക് പാഡ് യൂസ് ചെയ്തത്. പ്രത്യേകിച്ച് നിങ്ങൾ മഴക്കാലത്ത് മാത്രം ഒന്ന് ഇക്കാര്യം ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഏതറിന്റെ ഒക്കെ കാര്യത്തിൽ കുറച്ചും കൂടെ ഒരു ബെറ്റർ ആയിരിക്കും. നിങ്ങളെ ചോയ്സ് ആണ്, നിങ്ങൾക്ക് ഏത് ബ്രേക്ക് പാഡ് വേണമെങ്കിലും യൂസ് ചെയ്യാം. ജെന്യുവൻ ആണ് ഞാൻ ആദ്യം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്, അത് എനിക്ക് പണി കിട്ടിയോണ്ട് മാത്രമാണ് ഞാനിപ്പം അതർ ബ്രാൻഡ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിന്റെ ഒരു സർവീസിന്റെ ബില്ല് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതിപ്പോ സെക്കൻഡ് സർവീസ് ആട്ടോ. ഫസ്റ്റ് സർവീസിൽ വന്ന ഒരു സെയിം ബില്ല് തന്നെയാണ് എനിക്ക് വന്നിട്ടുള്ളത്. പിന്നെ ബ്രേക്ക് പാഡും കാര്യങ്ങളൊക്കെ ഞാൻ പുറത്തുനിന്നാണ് ചെയ്യണം, ഞാൻ തന്നെ ചെയ്തതാണ്. അപ്പം ഇതാണ് ഇതിന്റെ ഒരു സെക്കൻഡ് സർവീസിന്റെ എന്റെ ഒരു ബില്ല്. അപ്പം ഇതിൽ നിങ്ങൾക്ക് ബ്രേക്ക് പാഡും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് ചെയ്യാന്നുണ്ടെങ്കിൽ അധികം ആൾക്കാർക്ക് ഒരു 10,000 കിലോമീറ്ററിലൊക്കെ ബ്രേക്ക് പാഡ് റീപ്ലേസ്മെന്റ് ഒക്കെ വരും എന്തായാലും. അപ്പം അങ്ങനെ ചെയ്യാന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു 2,500 രൂപന്റെ ഒക്കെ ഒരു ബില്ല് വരും എന്തായാലും. ഫ്രണ്ടിലത്തെ ബ്രേക്ക് പാഡോ അല്ലെങ്കിൽ ബാക്കത്തെ ബ്രേക്ക് പാഡൊക്കെ ചേഞ്ച് ചെയ്യാന്നുണ്ടെങ്കിൽ. ഇപ്പൊ എനിക്ക് നോർമൽ അവരൊരു സർവീസിന്റെ ഒരു നോർമൽ ഒരു എമൗണ്ട് 767 രൂപ എന്ന് പറഞ്ഞതാണ് എനിക്ക് ഫസ്റ്റ് സർവീസിലും അതേപോലെ ഈ ഒരു സെക്കൻഡ് സർവീസിലും വന്നിട്ടുള്ളത്. അപ്പം ഇത് ഈ ഒരു സർവീസിന്റെ ബില്ല് എന്ന് പറയുമ്പം കൂടുതലാണോ എന്നുള്ളത് ഒരുപാട് ആൾക്കാർ ഒരു ഡൗട്ടും കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ പെട്രോൾ സ്കൂട്ടറുകളെ വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് പെട്രോൾ അധികവും ഒരു 2,500 കിലോമീറ്ററിലൊക്കെ നമുക്ക് ഒരു ഓയിൽ ചേഞ്ച് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരാറുണ്ട്. പക്ഷെ ഇത് നമുക്ക് 5,000 കിലോമീറ്ററിലാണ് ഒരു സർവീസ് വരുന്നത്. 5,000 കിലോമീറ്റർ ഗ്യാപ്പ് ഇട്ടിട്ടാണ് നമുക്ക് സർവീസ് വരുന്നത്. പിന്നെ ഒരു 767 രൂപ എന്ന് പറയുമ്പോൾ നമുക്ക് വേറൊരു പെട്രോളിന്റെ എക്സ്പെൻസും കാര്യങ്ങളൊന്നും വരാത്തതുകൊണ്ട് തന്നെ എന്നെ സംബന്ധിച്ച് ഒരു വലിയൊരു എമൗണ്ട് ആയിട്ട് തോന്നുന്നില്ല. പൊതുവെ നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ കുറച്ച് കൂടുതലായിട്ട് തോന്നുന്നേ ഉള്ളൂ. അപ്പം ഇത്രയാണ് നമ്മൾ ഈ ഒരു സർവീസിന്റെ ഒരു എമൗണ്ടും കാര്യങ്ങളൊക്കെ വരുന്നത്. നമ്മൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ ഈ ഒരു ചാനൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ നല്ല നല്ല വീഡിയോസ് കിട്ടാനായിട്ട് നോട്ടിഫിക്കേഷൻ ഒന്ന് എനേബിൾ ചെയ്യുക. പിന്നെ അതേപോലെ തന്നെ നമ്മളെ ഗാരേജിന്റെ പണി ഓൾമോസ്റ്റ് ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പം ഇതിന്റെ ഒരു ഇനാഗുറേഷനും കൂടെ തൊട്ടടുത്ത ആഴ്ചകളിലായിട്ട് ഉണ്ടാവും. അപ്പം എന്തായാലും നമ്മൾ അതിന്റെ ഒരു ഡേറ്റും കാര്യങ്ങളും കൂടെ നമ്മളെ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് അറിയിക്കുന്നതാണ്. അപ്പം അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.